പ്രൈസ് ദി ലോർഡ്. പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിൽ ലോകം മുഴുവനും ഉയർപ്പ് കൊണ്ടാടുകയാണ്. യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് സകല ജനവും വലിയ ആകാംക്ഷയോടുകൂടി കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തെ ഓർക്കുന്ന ദിനമായി വളരെ ആഘോഷകരമായി വളരെ സന്തോഷകരമായി അമ്മ കൊണ്ടാടുന്ന ഒരു ദിവസമാണ് ഉയർപ്പിൻ ഞായറാഴ്ച. ഈ ഞായറാഴ്ചയെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഒരിക്കലായി 2025 വർഷങ്ങൾക്ക് മുമ്പ് അവൻ കാൽവരിയിൽ പരമയാഗമായി തീർന്നു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് അവൻ പരമയാഗമായി തീർന്നത്. ആമേ സ്തോത്രം. നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ, രോഗത്തിൽ നിന്ന് വിടുവിക്കാൻ, കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കാൻ, വിവിധപരമായി നമ്മൾ അനുഭവിക്കുന്ന ശാപങ്ങളിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടുവാൻ, അങ്ങനെയുള്ളതായ അനുഭവങ്ങളിൽ നിന്ന് അവൻ 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ അവസാനത്തുള്ളി രക്തം വരെയും എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നു. അമ്മ സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, അമ്മൻ ഇന്നൊരു ഉയർപ്പ, പക്ഷെ എൻ്റെ വീട്ടിലൊരു സമാധാനമില്ലല്ലോ, എനിക്കൊരു സന്തോഷമില്ലല്ലോ, എനിക്കൊരു ആനന്ദമില്ലല്ലോ. ഏവരാലും ഞാൻ കൈവിട്ട അനുഭവത്തിലാണല്ലോ നിൽക്കുന്നത്. ആമേ സാരമില്ല പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റുമെങ്കിൽ ആ ഉയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന ദൈവത്തിൽ കൂടിയുള്ള നിനക്ക് ലഭിക്കേണ്ട സമാധാനം, നീ സ്വസ്ഥത അനുഭവിക്കുന്നില്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, മകളെ നീ എന്തിനാ ദുഃഖിക്കുന്നേ, നീ എന്തിനാ ഭാരപ്പെടുന്നേ? ഈ ലോകം നിനക്ക് ശാശ്വതമല്ല. എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി അവസാന നിമിഷം വരെയും എൻ്റെ രക്തം വാർന്നൊഴുകി ഞാൻ മരിച്ചത് നിന്റെ ജീവിതത്തിൻ്റെ സകല വിഷയത്തിൻ്റെയും പരിഹാരത്തിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഇന്നു പകൽ സ്തോത്രം യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചുള്ളതായ ആ വലിയ സന്തോഷം അനുഭവിച്ചിട്ടില്ലെങ്കിൽ അവനെ ഉള്ളത്തിലേക്കൊന്ന് വിളിച്ചാൽ, യേശുവേ എൻ്റെ അടുത്തേക്കൊന്ന് വരണമേ, എന്നെ ഒന്ന് നിറയ്ക്കണമേ, ആ യേശുവിൽ കൂടിയുള്ള സ്നേഹം ഞാനൊന്ന് തിരിച്ചറിയട്ടെ കർത്താവേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും യേശുപ്പൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അവൻ അടുത്തു വരിക മാത്രമല്ല, നിങ്ങൾക്ക് വീണിരിക്കുന്നതായിരിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഓരോ പ്രതികൂലങ്ങളെയും എൻ്റെ യേശുപ്പൻ അവൻ്റെ കരത്തിൽ വഹിക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പ്രഭാതത്തിൽ ഈ ഉയർപ്പിന്റെ ദിനത്തിൽ ഒരു നല്ല ഉറപ്പ് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ ലോകത്തിലെ മാതാപിതാക്കൾ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളെ കൈവിട്ട് കളയാം, നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ കൈവിട്ട് കളയാം, നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ കൈവിട്ട് കളയാം, നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നവർക്ക് നിങ്ങളെ സ്നേഹിച്ചില്ലെന്ന് വരാം. എന്നാൽ എൻ്റെ യേശു ഒരിക്കലും നിന്നെ സ്നേഹിക്കാതിരിക്കത്തില്ല. അവൻ്റെ അടുത്തേക്ക് നീ ചെന്നാൽ എൻ്റെ ഭാരം എന്താണോ അത് നീ അവനോട് പറഞ്ഞ് കൃത്യമായും അടുത്തേക്ക് വരും. അവൻ നിന്നെ സ്നേഹിക്കും, നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് നിനക്ക് വേണ്ടതായ സമാധാനം തരുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഈ ഉയർപ്പിന്റെ ദിനത്തിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പായി സന്ദേശം കൈമാറുന്നു. യേശുവിനെ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഒന്ന് സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിത അവസാനം വരെയും ഒരു നാളും നിങ്ങളെ കൈവിടാത്ത നല്ലൊരു കർത്താവുണ്ടെങ്കിൽ അതെൻ്റെ യേശു മാത്രമാണ്. ഇന്ന് ലോക ജനത മുഴുവനും ഉയർപ്പിനെ കൊണ്ടാടുമ്പോൾ എൻ്റെ കർത്താവ് നിങ്ങളോട് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. പ്രൈസലോട് ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ എപ്പോഴായിരിക്കും ഈ സന്ദേശം കേൾക്കുന്നേ എന്നുള്ള വിവരം എനിക്കറിയില്ല. നിങ്ങൾ കേൾക്കുന്ന നിമിഷത്തിൽ ആ നല്ല കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് സ്വാഗതം ചെയ്താൽ അവൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന യേശുവിനെ രുചിച്ചറിയാത്തവർ ചിലപ്പോൾ കേൾക്കാം, അവന്റെ സ്നേഹം എന്തെന്ന് അറിയാത്തവർ കർത്താവെ ഈ സന്ദേശം കേൾക്കാം. അവരുടെ ഹൃദയത്തിലേക്ക് എൻ്റെ കർത്താവ് ചെല്ലണമേ, അവരെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ, സ്വസ്ഥത കൊണ്ട് നിറയ്ക്കണമേ, രോഗത്തിന് സൗഖ്യം കൊടുക്കണമേ, വിടുതൽ കൊടുക്കണമേ, ആശ്വാസവും സമാധാനവും ഈ ഉയർപ്പിന്റെ ദിനത്തിൽ തന്റെ ജനത്തിന്റെ മേൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.